determine the value of C in each case. അതായത് find the value of C in each case. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് phi of C is nothing but the CDF of standard normal distribution. സ്റ്റാൻഡേർഡ് നോർമൽ അത് ചില ടെക്സ്റ്റിൽ അങ്ങനെ കാണുന്നുണ്ട്. phi of C അതായത് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ആയിരുന്നില്ല ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു z എഫ് ഓഫ് സെഡ് നോട്ട് z നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത്. അതിനെ ആക്ച്വലി എന്ത് ചെയ്യാം phi of z നോട്ട് അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് എഫ് ഓഫ് സെഡ് നോട്ട് ഓർ എഫ് ഓഫ് സെഡ് എന്നായിരിക്കും പറഞ്ഞത്. ഞാൻ സെഡ് നോട്ടിന് എഴുതാൻ കാരണം ഈ സെഡും വരുമ്പോൾ നമുക്ക് രണ്ടും സെയിം ആണെന്നുള്ള ഡൗട്ട് വരണം. അപ്പോൾ phi of C തന്നിട്ടുണ്ട് എത്രയാണ് 0.9838 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് C ആണ്. അതായത് പോയിന്റ് മൈനസ് ഇൻഫിനിറ്റി ടു C f of z dz equal to 0.9838 where f of z is the PDF of standard normal. ഇനി നല്ലപോലെ ശ്രദ്ധിക്കാം. C മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. either C can be 0. C 0 ആവാലോ. സെക്കൻഡ് വൺ C can be a negative value. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വരും. ഇനി C can be a positive value. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വരും അല്ലേ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു Z f of z dz എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു C. അപ്പോൾ ഓരോ കേസിലും ആ ഏരിയ ഈ കേസിൽ ഈ ഏരിയ ആണ്. അതായത് സിന്റെ ലെഫ്റ്റ് സൈഡിലെ കംപ്ലീറ്റ് ഏരിയ. ഈ കേസിൽ ഇതാണ് ആ ഏരിയ, ഈ കേസിൽ ഇതാണ് ആ ഏരിയ. ഇത് ജസ്റ്റ് മാർക്ക് ആ ഏരിയ 0.9838 ആണ്. 0.9838 ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ കേസ് ഒഴിവാക്കാം. എന്തുകൊണ്ടാ? ഈ കേസ് ആണെങ്കിൽ ആ ഏരിയ ക്ലിയർ ആയിട്ട് 0.5 ആണ് അല്ലെ, 0 വരെയുള്ള ഏരിയ. ഇനി ഇതാണ് കേസ് എങ്കിൽ എന്താ, ഇത് ക്ലിയർ ആയിട്ട് ലെസ് ദാൻ 0.5 ആണ് ഈ ഏരിയ. പക്ഷെ നമുക്ക് തന്നത് ഗ്രേറ്റർ ദാൻ 0.5 അല്ലേ. അപ്പോൾ ഈ ഏരിയ ഈ പോയിന്റ് സി ഈസ് പോസിറ്റീവ്. ഇനി അപ്പോൾ ഇതാണ് കേസ് വരുന്നത്. ഇനി ആ കേസിനെ നമുക്ക് ടേബിളിൽ നമ്മൾ നോർമൽ ടേബിളിലെ വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? 0.5 ഓർ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു സി. ആ ഇന്റഗ്രേഷൻ ഈസ് ആക്ച്വലി പി ഓഫ് 0 മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഈസ് 0.9838 എന്ന് പറയുന്ന ഏരിയ ആണ്. ഇതിനെങ്ങനെ എഴുതാം? 0.5 പ്ലസ് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ആണ് 0.9838. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു c എന്ന് പറയുന്നത് 0.4838 ആണ്. അപ്പോൾ ഇപ്പൊ കിട്ടിയത് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഈസ് 0.483. അതായത് ഏരിയ ഫ്രം or probability from 0 to c is 0.483 or simply area under standard normal curve from 0 to c is 0.483. ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2 എത്രയാണെന്ന് കാണുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് പി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ സം c ആ ഏരിയ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ടേബിൾ നോക്കാം. അതായത് പോയിന്റ് 0.4838 ഇത് വരും. ഇതിൽ നോക്ക്, ഇതാണ് ഏരിയ. ഈ ഏരിയ ഇവിടെ എവിടെയോ 0.4838 ഉണ്ട്. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 0.4838 0.4838 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി അല്ലെങ്കിൽ 0 മുതൽ സി വരെയുള്ള ഏരിയ 0.4838 ആണെങ്കിൽ ആ പോയിന്റ് ഏതാണെന്നല്ലേ ചോദിക്കുന്നത്. ഇപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാ? 2.14 അല്ലെ. 2.1 ആണ് ഇവിടെ, ഇവിടെ 4 ആണ്. അപ്പൊ പോയിന്റ് ഏതാ? 2.14. അപ്പോ C equal to 2.14. It is obtained from normal table. നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഇത് വായിച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ഫ്രം നോർമൽ ടേബിൾ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് 3 കേസ് ആയാലും നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അതിനെ നമുക്ക് പോസിറ്റീവ് ആണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ പോസിറ്റീവ് നമ്മൾ റീഅറേഞ്ച് ചെയ്തു, എന്നിട്ട് ടേബിളിന് ആ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. ഇനി അടുത്ത എന്താ? ഇതുപോലെ തന്നെ അടുത്ത സിമ്പിൾ ആണ്. പി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഈസ് 0.291. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് പോസിബിലിറ്റി ഒന്നുമില്ല. 0 ലെസ് ദാൻ z ലെസ് ദാൻ c ആണ്. അപ്പോൾ c ക്ലിയർ ആയിട്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ 0 മുതൽ
സി വരെയുള്ള ഈ ഏരിയ 0.291 ആണ്. ടേബിളിൽ നോക്ക് 0.291 വരുന്നത്. ഒന്ന് കംപ്ലീറ്റ് സെർച്ച് ചെയ്യുക. 0.29 ഇതാ 0.291. അപ്പോൾ ഇതാ വരിക 0.81 അല്ലേ? ഇതാണ് 0.81. സി ഈക്വൽ ടു 0.81. ഇനി അടുത്തത് ഇതുപോലെ തന്നെ പി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് is equal to 0.121. അതായത് പി ഓഫ് സി ലെസ് ദാൻ ഓർ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി is 0.121. ഇതെന്താ ആക്ച്വലി z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. നമുക്ക് സി ഇവിടെയും 3 കേസ് വരാം. സി ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ സി നെഗറ്റീവ് ആവാം, ഇവിടെ വരും. സി പോസിറ്റീവ് ആവാം. 3 കേസ് വന്നു. ഇനി ഈ ഏരിയ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സിന്റെ റൈറ്റ് സൈഡിലോട്ടുള്ള ഏരിയ. ഇവിടെ ഇത് വരും, ഇവിടെ ഈ ഏരിയ വരും, ഇവിടെ ഈ ഒരു ഏരിയ വരും. അത് 0.121 ആണ്. നേരത്തെ പറഞ്ഞ അതേ ഐഡിയ വെച്ച് ഇതാവില്ല, കാരണം അതായിരുന്നെങ്കിൽ ഈ ഏരിയ 0.5 ആയിരിക്കും. ഇനി ഇത് വരില്ല, കാരണം അതായിരുന്നെങ്കിൽ 0.5 പ്ലസ് സംതിങ് ഗ്രേറ്റർ ദാൻ 0.5 ആയിരിക്കും. ഇത് 0.121 ആണ്. അപ്പോഴെന്താണ് അത് ക്ലിയർ ആയിട്ടും പോസിറ്റീവ് വാല്യൂ ആണ്. ഈ ഏരിയ ആണ് നമ്മുടേത്. അത് ജസ്റ്റ് അറേഞ്ച് ചെയ്യാം. എന്താ സെറ്റ് 0.5 പ്ലസ് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി എന്ന് പറയുന്നത് 0.121 ആണ്. അപ്പോൾ പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി എന്ന് പറയുന്നത് 0.5 ന്ന് 0.121 മൈനസ് ചെയ്തതാണ്. മൈനസ് ചെയ്ത് എന്ത് വരും? 0.379 അല്ലേ? 0.379 വരും. 0 മുതൽ സി വരെ, അതായത് ഈ ഒരു ഏരിയ 0.379 ആണ്. കറസ്പോണ്ടിങ് പോയിന്റ് ടേബിൾ നോക്കാം. 0.379 ഇതായിരുന്നു. 0.38 ഇവിടെ നിന്ന് 0.370 374 0.379 ഇതാ പോയിന്റ്. ഇതാ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.17 1.17 ഈസിയായി കിട്ടി. അപ്പോൾ സി ഈക്വൽ ടു 1.17. അഗെയിൻ ബ്രാക്കറ്റിൽ ഇതാ ഫ്രം നോർമൽ ടേബിൾ. ഓക്കെ, ഇനി അതേപോലെ അടുത്ത പ്രോബ്ലം. അതിലും ബുദ്ധിമുട്ടൊന്നുമില്ല, നേരത്തെ പോയിന്റ് തന്ന് ഏരിയ കണ്ടു, ഇപ്പൊ ഏരിയ തന്ന് പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലായാൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 ടൈപ്പ് പ്രോബ്ലം വരുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്ത് സ്റ്റാൻഡേർഡ് നോർമൽ ഒരു കേസ് വരും, ഫൈൻഡ് ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ പി ഓഫ് ഏരിയ കാണാൻ വേണ്ടി. ഇനി നേരെ റിവേഴ്സ് പോയിന്റ് കാണാൻ വേണ്ടി. ആ 2 ടൈപ്പ് പ്രോബ്ലമേ ഉള്ളൂ. ഇത് മനസ്സിലായാൽ അതും ക്ലിയർ ആണ്. ഇനി ഫോർത്ത് വൺ നോക്കുക. പി ഓഫ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഈസ് 0.668. നോക്കൂ, മൈനസ് സി മുതൽ ഇത് മൈനസ് സി, ഇത് പ്ലസ് സി. ഈ ഏരിയ ആണ് അല്ലേ? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ 2 ഇൻറ്റു പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി ആണ്. 0.668 ആണ്. അപ്പോൾ പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി എന്താണ്? 0.334 ആണ്. 0 മുതൽ സി വരെയുള്ള ഏരിയ 0.334 ആണ്. അപ്പോൾ സി എന്ത് ചെയ്യാം? നേരെ പോവാ, ടേബിൾ എടുക്കുക, അതിലേക്ക് 0.334 0.334 ഏതാ പോയിന്റ് വരുന്നത്? 0.97. സിമ്പിൾ ആണ്. 0.97 again from normal table. അത് മസ്റ്റ് ആയിട്ട് എഴുതണം, കാരണം നിങ്ങൾക്ക് കുറച്ചു കാലം കഴിഞ്ഞ് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഫ്രം നോർമൽ ടേബിൾ, അതായത് നോർമൽ ടേബിൾ 0 മുതൽ 0.97 വരെയുള്ള ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് ഇതാണ് കിട്ടും. നിങ്ങളതൊന്നുണ്ട് ആ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു. ലാസ്റ്റ് എന്താ, ഇത് കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പി ഓഫ് സി, ഇതിലൊരു പ്രോബ്ലം എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഏരിയ ഈസ് 0.01 അല്ല, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയ മിസ്റ്റേക്ക് ആണ്. 0.16 എന്നുണ്ട് കേട്ടോ. ഇത് 0.016 ആണ്. പി ഓഫ് 0.016, അതായത് പി ഓഫ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഈസ് 0.016. ഇനി മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. ഈ മോഡ് സെറ്റിന്റെ വാല്യൂ ഒന്നുകിൽ പ്ലസ് സെറ്റ് ആവാം, അല്ലെങ്കിൽ മൈനസ് സെറ്റ് ആവാം. ഏതാണെങ്കിലും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആണെന്താ
മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസ് സി ടു പ്ലസ് സി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ എന്താ വരിക? മൈനസ് സി പ്ലസ് സി, ഇത് 0. അപ്പൊ ഈ ഏരിയ ആണ് വരിക. ഇനി ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി വന്നു, മൈനസ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി വന്നു. സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഈക്വൽ ടു 0, ഇത് സി, ഈ ഏരിയ വരും. ഇനി മൈനസ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് സെഡ് ആവും, റൈറ്റ് സൈഡ് മൈനസ് ചെയ്യാം. പക്ഷെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി നേരെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സി, അതെന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അങ്ങ് ഡയറക്റ്റ് ചിന്തിക്കാവുന്നതല്ലോ. ഇത് ക്ലിയർ അല്ലെങ്കിൽ ഇങ്ങനെയും കൂടി വെക്കാം. മോഡ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ മൈനസ് സിക്കും പ്ലസിനും സിക്കും ഇടയിലുള്ളത്. മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് സിക്കും പ്ലസ് സിക്കും ഇടയിൽ അല്ലാത്തത് അതിന്റെ ഔട്ട് സൈഡ് വരും. അപ്പോ ഗ്രാഫിക്കൽ എങ്ങനെ വരും? ഇത് സെഡ് ഈക്വൽ ടു 0, ഇത് മൈനസ് സി, ഇത് പ്ലസ് സി, ഈ ഒരു ഏരിയ ആണ് വരിക. ഇനി ഈ ഒരു ഏരിയ കാണുന്നത് എന്താ? നമ്മൾ എന്ത് ചെയ്യുക? ഇത് സിമെട്രിക് ആണ്. ഇതിന്റെ ഏരിയയും സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. ഒരു ഏരിയ കണ്ട് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 2 ഇൻറ്റു ഒരു സൈഡിൽ ഏരിയ, 2 ഇൻറ്റു ഏരിയ ഇൻ വൺ സൈഡ് അല്ലേ? ഏരിയ ഇൻ വൺ സൈഡ് എങ്ങനെ കാണാം? 0 ടു ഇൻഫിനിറ്റി നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 0.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി എന്ന് എഴുതാം. 2 ഇൻറ്റു എഴുതാൻ കാരണം എന്താ? മൈനസ് സിയും സിയും ഇത് സിമെട്രിക് ആണ്. അപ്പോൾ ഏരിയ പ്രോപ്പർട്ടി ഒക്കെ അറിയാം. അപ്പോൾ ഏരിയ ഈക്വൽ ആയിരിക്കും. മൈനസ് സിയുടെ ലെഫ്റ്റ് സൈഡിലെ ഏരിയ ഈ സെയിം ആസ് ഏരിയ ടു ദ റൈറ്റ് ഓഫ് സി. ഓക്കെ, ഇനി 0.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സി, ഐ ഇൻറ്റു 2നെ ഡിവൈഡഡ് ബൈ 2 അപ്പോൾ 0, 0, 8 വരും. ഇനി പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ സിന് എങ്ങനെയാണ്? 0.5 മൈനസ് 0.008, അപ്പോൾ എന്താ വരും? 0.492. ഓക്കെ, 0.492. അതായത് 0 മുതൽ സി വരെയുള്ള ഏരിയ 0.492 ആണ്. ടേബിളിലേക്ക് പോവാം. 0.492, 0.4925, 0.492 ഏതാ പോയിന്റ് വരുന്നത്? 2.41. 2.41 again from table. In the table, normal table. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ഒന്ന് പഠിക്കാം. കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ സിമ്പിളാണ്. പ്രോപ്പർട്ടീസ് എന്താ പറയണ്ടത്? നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഒരു ഡൗട്ട്, ഞാൻ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് നോർമലി. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് മാത്രം പറഞ്ഞു തന്നെ. ഏരിയ പ്രോപ്പർട്ടി, ഏരിയ സെയിം ആസ് ഏരിയയും, ഓക്കെ, ഏരിയ സെയിം ആസ് പ്രോബബിലിറ്റി, ആ ഒരു കേസ്. പിന്നെ അതിനെങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നത്.